കേരളത്തെയാകെ വീണ്ടും ഭീതിയിലാഴ്ത്തിക്കൊണ്ട് വയനാട്ടിൽ നിന്നൊരു വൻ ദുരന്ത വാർത്ത കൂടി നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. നമ്മൾ ഭയപ്പെട്ടത് തന്നെ ഒടുവിൽ വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വയനാട് മേപ്പാടിക്ക് സമീപം കള്ളാടി മീനാക്ഷി പാലത്തിനടുത്ത് കൊങ്കൺ റെയിൽവേയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആ വൻകിട കോഴിക്കോട് മേപ്പാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്ത് വലിയൊരു മണ്ണിടിച്ചിൽ തന്നെ ഉണ്ടായിരിക്കുകയാണ്. ടൺ കണക്കിന് മണ്ണും കൂറ്റൻ പാറക്കഷ്ണങ്ങളുമാണ് ജനങ്ങളെയാകെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് താഴെയുള്ള ലേബർ ക്യാമ്പിന് മുകളിലേക്ക് ഇടിഞ്ഞു വീണത്. 2 തൊഴിലാളികളുടെ മരണം നിലവിൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. 6 പേരിലധികമായി ഗുരുതരമായി പരിക്കേറ്റവരുണ്ട്. ഇനിയും 5ഓളം പേർ ആ കനത്ത മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും നിർണായകമായ വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി പ്രദേശത്ത് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ പെയ്തുകൊണ്ടിരിക്കുന്ന അതിശക്തമായ കനത്ത മഴ തന്നെയാണ് ഈ വൻ ദുരന്തത്തിന് കാരണമായി പറയപ്പെടുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മാത്രം 265 മില്ലി ലിറ്റർ കനത്ത മഴയാണ് ഈ ദുരന്തബാധിത മേഖലയിൽ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 1 ഏക്കറോളം വരുന്ന പ്രദേശത്തെ മണ്ണാണ് അതിശക്തമായ ജലപ്രവാഹത്തിൽ ഒന്നാകെ ഒലിച്ചു പോയിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം. ആ നടുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ആദ്യം കാണേണ്ടതും. അപകടമുണ്ടായ ഉടൻ തന്നെ വലിയൊരു ദുരന്തമുഖമായിരുന്നിട്ടും നാട്ടുകാരും അവിടെ ഉണ്ടായിരുന്ന മറ്റ് ജീവനക്കാരും ജീവൻ പണയം വെച്ച് പ്രാഥമികമായ രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു. മണ്ണിൽ കുടുങ്ങിക്കിടന്ന 6 പേരെ ഇതിനകം തന്നെ അവർ സാഹസികമായി പുറത്തെടുത്ത് മേപ്പാടിലെ വിംസ് സ്വകാര്യ ആശുപത്രി, അതുപോലെ തന്നെ അവിടുത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെ പേരുകൾ അധികൃതർ പുറത്തുവിട്ടിട്ടുമുണ്ട്. കിരൺ, ദിലീപ്, സൂരജ് യാദവ്, സഞ്ജയ്, രജനീഷ്, തന്മയ എന്നിവരാണ് നിലവിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത്. ഇവരുടെ ആരോഗ്യനില നിലവിൽ ആശങ്കാജനകമല്ല എന്ന് മെഡിക്കൽ കോളേജ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. എങ്കിലും അവരെല്ലാം ഇപ്പോഴും ആ വലിയ അപകടത്തിന്റെ ഞെട്ടലിൽ നിന്നും മുക്തരായിട്ടുമില്ല. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഇളകിയ മൺതിട്ട ഇടിഞ്ഞു വീണത് ലേബർ ക്യാമ്പിന് തൊട്ട് മുകളിലേക്ക് തന്നെയാണ്. തൊഴിലാളികളെ കൊണ്ടുവന്ന ഒരു ബസ്സും JCB, ഹിറ്റാച്ചി തുടങ്ങിയ വലിയ യന്ത്രങ്ങളും പൂർണ്ണമായി മണ്ണിലടിയിലായിട്ടുണ്ട്. ബസ് മണ്ണിലടിയിലാവുന്ന ദൃശ്യങ്ങൾ കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൂടി ഒന്ന് കണ്ടുവരാം. ഈ വാഹനങ്ങളിലൊക്കെ മേളിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. അതുകൊണ്ട് തന്നെ ഇനിയും 5ഓളം പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രാഥമിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. അപകടത്തിൽപ്പെട്ടവരിൽ ഭൂരിഭാഗവും അയൽ സംസ്ഥാന തൊഴിലാളികൾപ്പെട്ടവർ അല്ലെങ്കിൽ അവിടെ ഉള്ളവരാണ്. ഈ തുരങ്കപാത നിർമ്മാണത്തിനായി എത്തിയ പാവപ്പെട്ട തൊഴിലാളികളാണ്. മൺസൂൺ കനത്തതിനെ തുടർന്ന് ഈ മേഖലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ സർക്കാർ നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നതുമാണ്. അതുകൊണ്ട് തന്നെ പണിസ്ഥലത്ത് വൻതോതിൽ തൊഴിലാളികൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മാത്രമാണ് വലിയൊരു ദുരന്തത്തിന്റെ വ്യാപ്തി ഇത്രയെങ്കിലും കുറയ്ക്കാൻ കാരണമായത്. എങ്കിലും മണ്ണൊലിച്ചു പോകാതിരിക്കാൻ പ്ലാസ്റ്റിക് ഷീറ്റുകൾ ഉൾപ്പെടെയുള്ളവ അറ്റകുറ്റപ്പണികൾക്കായി എത്തിയ ജീവനക്കാരാണ് ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അതായത് ഈ പ്ലാസ്റ്റിക് ഷീറ്റുകൾ ഇടുന്നത് ഉൾപ്പെടെയുള്ള അറ്റകുറ്റപ്പണികൾക്കായി എത്തിയവരാണ് അവിടെ ഉണ്ടായിരുന്നത്. ജീവനം കൊണ്ട് ചിതറി ഓടുന്നതിനിടെ നടുക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മണ്ണിടിച്ചിലുണ്ടായ ഉടൻ തന്നെ ആളുകൾ ജീവനം കൊണ്ട് ചിതറി ഓടുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. അതിനേക്കാൾ ഏറ്റവും ഒരു കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് രക്ഷാപ്രവർത്തകർ ഓടുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കണ്ടുവരാം. ഒരു കുഞ്ഞാണ്
വലിയൊരു മൺതിട്ട ഒന്നാകെ ഇടിഞ്ഞ് താഴേക്ക് പതിക്കുമ്പോൾ സ്ത്രീകളടക്കമുള്ള തൊഴിലാളികൾ തലനാടിലേക്കാണ് രക്ഷപ്പെട്ടു പോയ സാഹചര്യമുണ്ടായത്. കള്ളാടി മീനാക്ഷി പാലത്തിന് സമീപമുള്ള ലേബർ ക്യാമ്പിന്റെ മുകളിലേക്കാണ് ഈ മണ്ണും പാറയും ഇടിഞ്ഞു വീണത്. ഈ ലേബർ ക്യാമ്പ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഈ കാര്യത്തിലാണ് വ്യക്തത വരാനുള്ളത്. കാരണം അവിടെ ആൾക്കാരിന് ഉണ്ടാകുന്നുള്ള സംശയവും എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട്. അപകടത്തെ തുടർന്ന് മേൽപ്പാടി ചൂരൽമല മുണ്ടക്കൈ പ്രധാന പാതയിലെ ഗതാഗതം ഇപ്പോൾ പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. റോഡിലേക്ക് വൻതോതിൽ മണ്ണും കോൺക്രീറ്റ് അവശിഷ്ടങ്ങളും വീണ് കിടക്കുന്നതിനാൽ ചൂരൽമല, അട്ടമല, മുണ്ടക്കൈ തുടങ്ങിയ പ്രദേശങ്ങൾ ഇപ്പോഴും പുറം ലോകവുമായി പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലുമാണ്. ഇവിടേക്കുള്ള പാതകൾ അടഞ്ഞത് പുറത്തുനിന്ന് രക്ഷാപ്രവർത്തകർക്കും ഫയർഫോഴ്സ് വാഹനങ്ങൾക്കും ആംബുലൻസുകൾക്കും സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നതിന് വലിയ തടസ്സമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. റോഡിലെ ബ്ലോക്ക് മാറ്റാനും മണ്ണ് നീക്കം ചെയ്യാനുമായി കൂടുതൽ JCBകളും മണ്ണുമാന്തി യന്ത്രങ്ങളും രണ്ട് ഭാഗത്തുനിന്നായി എത്തിച്ച് ശ്രമവും തുടരുകയാണ്. കോഴിക്കോട് നിന്നും മീനങ്ങാടിൽ നിന്നുമുള്ള ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ പ്രത്യേക സംഘങ്ങൾ അടിയന്തരമായി മേപ്പാടിലേക്ക് പുറപ്പെട്ടിട്ടുമുണ്ട്. ഫയർഫോഴ്സും പോലീസും അതുപോലെ തന്നെ നാട്ടുകാരും സംയുക്തമായാണ് ഇപ്പോൾ ഈ പ്രതികൂല സാഹചര്യത്തിലും അവിടെ തിരച്ചിൽ നടത്തുന്നത്. എന്നാൽ ഇവിടെയാണ് ഏറ്റവും വലിയ ചോദ്യം ഉയരുന്നത്. ഈ തുരങ്കപാത നിർമ്മാണത്തിന്റെ ഭാഗമായി എടുത്ത മണ്ണ് അശാസ്ത്രീയമായി മല പോലെ കൂട്ടിയിരുത്തുന്നതാണ്, അല്ലെ അവിടെ കൂട്ടിയിട്ടിരുന്നതാണ് ഈ വൻ ദുരന്തത്തിന് കാരണമായതെന്ന് മന്ത്രി T. സിദ്ദിഖ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കണ്ടുവരാം. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയിട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു വലിയ ദുരന്തം ഇന്ന് കള്ളാടിയിൽ, മേപ്പാടി പഞ്ചായത്തിൽ കള്ളാടിയിൽ നമ്മളെയൊക്കെ വളരെയധികം വിഷമിപ്പിക്കുന്നതായ ഒരു സാഹചര്യം ഉടലെടുത്തിരിക്കുകയാണ്. ഇതിലിപ്പം നിലവിൽ വിംസ് ആശുപത്രിയിൽ 6 പേർ നിലവിൽ ചികിത്സ തേടി എത്തിയിട്ടുണ്ട്. കിരൺകുമാർ, ദിലീപ്, സൂരജ് യാദവ്, സഞ്ജയ് താപ്പൂർ, രജനീഷ്, തന്മയ് ഘോഷ് എന്നിവരാണ് വിംസ് ആശുപത്രിയിൽ ചികിത്സ തേടി എത്തിയിട്ടുള്ളത്. അവർ 6 പേരുടെയും നില നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നും ലഭ്യമായിട്ടുള്ള വിവരം. NDRFന്റെ സംഘങ്ങൾ, വയനാട്ടിൽ നിന്നുള്ള സംഘവും ആദ്യം പോന്നു. കോഴിക്കോടുള്ള സംഘത്തോടും അങ്ങോട്ട് പുറപ്പെടാൻ ആവശ്യപ്പെട്ടു. 2 NDRF സംഘങ്ങളും അവിടേക്ക് പോയിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ഇതിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള പരിശോധന നടത്തുന്നതിന്, അടിയന്തരമായിട്ടുള്ള പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ജില്ലാ കലക്ടർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ശ്രീ ശേഖർ കുര്യാക്കോസിനോട് ഇതിന്റെ പ്രവർത്തനങ്ങൾ എല്ലാ തലത്തിലും ഏകോപനം നടത്തുന്നതിന് വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഫയർഫോഴ്സിന്റെ സംവിധാനം ഓൾറെഡി സ്ഥലത്തെത്തി ഇതിന്റെ റെസ്ക്യൂ ഓപ്പറേഷൻസും പരിശോധനകളും ആരംഭം കുറിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു കാര്യം പറയാനുള്ളത്, നേരത്തെ ഈ മണ്ണ് ഇപ്പോ മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല, പക്ഷേ അശാസ്ത്രീയമായ രീതിയിലാണ് ഈ മണ്ണ് തുടക്കത്തിൽ തന്നെ, ഇത്ര നേരത്തെ ഒരു നല്ല രീതിയിലുള്ള മഴ വയനാട്ടിൽ പെയ്തതാണ്. അതിനുശേഷം ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ ചെറിയ രീതിയിലുള്ള ഈ മഴയിൽ ഇങ്ങനെ അപകടം സംഭവിക്കും എന്നുള്ളതിന്റെ സൂചന വളരെ കൃത്യമായി മീറ്റിംഗിലും അല്ലാതെയും കൊങ്കൺ അധികൃതരുടെ മീറ്റിംഗിൽ ഉൾപ്പെടെ നൽകിയിരുന്നതാണ്. പക്ഷെ അതിൽ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിലുള്ള പാളിച്ചയുണ്ടായിട്ടുണ്ട്. അത് സർക്കാർ ഗൌരവത്തോടു കൂടി കാണുന്നു. അതിൽ പരിശോധനയുണ്ടാകും. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നുള്ളതും അതിൽ നിർദ്ദേശമനുസരിച്ച് മുന്നോട്ട് പോകാതിരുന്ന സാഹചര്യവും ഗൌരവമുള്ളതാണ്. അത് സർക്കാർ പരിശോധിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയും ഞാനും ഇപ്പൊ തന്നെ വയനാട്ടിലേക്ക് പോകാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മണ്ണ് എത്രയും വേഗം അവിടെ നിന്ന് മാറ്റണമെന്ന് സർക്കാർ നേരത്തെ തന്നെ കർശന നിർദ്ദേശം നൽകിയിരുന്നതാണ്. എന്നാൽ കരാർ കമ്പനി ഇത് പൂർണ്ണമായി അവഗണിക്കുകയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തെ ആകെ ഉലച്ച ചൂരൽമല, മുണ്ടക്കൈ ദുരന്തങ്ങളുടെ ഓർമ്മകൾ വിട്ടുമാറാത്ത വയനാട്ടുകാർക്ക് ഈ പുതിയ മണ്ണിടിച്ചിൽ വാർത്ത വലിയൊരു ആഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പഴയ ദുരന്തബാധ മേഖലയ്ക്ക് തൊട്ടടുത്താണ് ഈ പുതിയ അപകട സ്ഥലം ഉള്ളത് എന്നുള്ളതും ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. പുന്നപ്പുഴയ്ക്ക് കുറുകെയുള്ള മീനാക്ഷി പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇവിടെ വലിയ രീതിയിലുള്ള മണ്ണെടുപ്പും പാറ പൊട്ടിക്കലും നടക്കുന്നുണ്ടായിരുന്നു. നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകളെക്കുറിച്ച് വിശദമായി പരിശോധിച്ച ശേഷം കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ അടക്കം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി V.D. സതീശൻ പ്രതികരിച്ചിട്ടുണ്ട്. ആ പ്രതികരണം കൂടി കണ്ടുവരാം. അപ്പോൾ ആദ്യം തന്നെ മീനങ്ങാടിയിൽ നിന്നുള്ള നമ്മുടെ ഫോഴ്സ് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കോഴിക്കോട് നിന്നുള്ള ഫോഴ്സ് കൂടി എത്തിച്ചേരും. പോലീസും ഫയർഫോഴ്സും അടക്കമുള്ള
സംസ്ഥാന പോലീസിന്റെ സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തൃശ്ശൂരിൽ നിന്ന് ഡിഫൻസിന്റെ ഒരു സെക്യൂരിറ്റി ഫോഴ്സ് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. എല്ലാ സംവിധാനങ്ങളും അവിടെ വളരെ പെട്ടെന്ന് എത്തും. ഇത് മുൻകൂട്ടി ഈ മണ്ണ് നീക്കം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതായിരുന്നു. ജില്ലാ കളക്ടറും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാനും 20-ാം തീയതി തന്നെ ഉത്തരവിറക്കി ഇതെല്ലാം നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ്. PWD മന്ത്രി യോഗം ചേർന്ന് ഇത് അടിയന്തരമായി നീക്കം ചെയ്യണം എന്ന് കോൺട്രാക്ടർമാരെ അറിയിച്ചിട്ടുള്ളതായിരുന്നു നേരത്തെ തന്നെ. പക്ഷെ അവര് ഇതിന്റെ കരാറുകാര് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെയും ജില്ലാ കളക്ടറുടെയും മന്ത്രിയുടെയും നിർദ്ദേശം അവർ പാലിച്ചില്ല. കനത്ത മഴ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട്. രാവിലെ 225 സെന്റിമീറ്റർ മഴ പെയ്തു എന്നുള്ളതാണ്. ഇപ്പോഴും മഴയുണ്ട്. വലിയ മഴയല്ലെങ്കിലും രക്ഷാപ്രവർത്തനത്തിന് പ്രയാസം ഉണ്ടാക്കുന്ന തരത്തിലുള്ള മഴയുണ്ട്. ഇതൊരു ചെളി കലർന്ന മണ്ണാണ്. അവിടുത്തെ മണ്ണിന്റെ ഘടന വളരെ വ്യത്യാസമാണ്. അതിങ്ങനെ സ്ക്രാപ്പ് ചെയ്താണ് വെച്ചിരുന്നത്. അത് നിലനിൽക്കുന്നതല്ല എന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അവിടെ പോയി തന്നെ കണ്ടു പരിശോധിച്ച് ബന്ധപ്പെട്ടവർക്ക് അവിടെ ആവശ്യപ്പെട്ടിരുന്നതാണ്. ഇത് കരാറുകാരാണ് അത് നീക്കം ചെയ്യാറുള്ളത്. എന്തായാലും വളരെ ദൌർഭാഗ്യകരമായ ദുരന്തമാണ്. ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. നിലവിൽ വയനാട് ജില്ലയിലെ കാലാവസ്ഥ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ മഴ അതിശക്തമായി തുടരുമെന്ന മുന്നറിയിപ്പുള്ളതിനാൽ ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടവും അതീവ ജാഗ്രതയിലാണ്. കനത്ത മഴ തുടരുന്നത് രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നുണ്ട് എങ്കിലും കൂടുതൽ NDRF സംഘങ്ങൾ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നുമുണ്ട്. പ്രതികൂലമായ ഈ കാലാവസ്ഥ കണക്കിലെടുത്ത് തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനിശ്ചിതകാലത്തേക്ക് പൂർണ്ണമായി നിർത്തിവെക്കാൻ സർക്കാർ തീരുമാനിക്കുന്നു. ഒപ്പം തന്നെ സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് മുഖ്യമന്ത്രി നേരിട്ട് വിഷയത്തിൽ ഇടപെടുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിട്ടുമുണ്ട്. വയനാട് ജില്ലാ കളക്ടറുമായും ജില്ലാ പോലീസ് മേധാവിയുമായും മുഖ്യമന്ത്രി ഫോണിൽ സംസാരിച്ച് അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ടി സിദ്ദീഖുമായി മുഖ്യമന്ത്രി അടിയന്തര കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. റവന്യൂ മന്ത്രി AP അനിൽകുമാറിനോടും കൃഷിമന്ത്രി ടി സിദ്ദീഖിനോടും എത്രയും വേഗം വയനാട്ടിലെ ദുരിതബാധിത പ്രദേശത്തേക്ക് തിരികെ എത്താനും അല്ലെങ്കിൽ അവിടെ തിരിക്കാനും മുഖ്യമന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട്. മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം വയനാട്ടിലും ഉന്നതതല യോഗങ്ങൾ ചേരുകയും രക്ഷാപ്രവർത്തനം യുദ്ധകാലാടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുകയും ചെയ്തിട്ടുമുണ്ട്. ഇനി എടുത്തു പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് രക്ഷാപ്രവർത്തനം സുഗമമാക്കാനായി പൊതുജനങ്ങൾ ചൂരൽമല ഭാഗത്തേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പരിസ്ഥിതിക്ക് ദോഷകരമായ രീതിയിലുള്ള ഇത്തരം വൻകിട നിർമ്മാണങ്ങൾക്കെതിരെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. വരും ദിവസങ്ങളിൽ ഈ വിഷയങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ സാമൂഹിക ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന സൂചനകളും ഉണ്ടാകുന്നുണ്ട്. ദുരന്ത സ്ഥലത്ത് നിലവിൽ 2 ഭാഗങ്ങളിൽ നിന്നായി മണ്ണ് മാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് മണ്ണ് മാറ്റാനുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ട് വരികയാണ്. അവിടെ ഇപ്പോഴത്തെ ഫയർഫോഴ്സും NDRFും സന്നദ്ധ പ്രവർത്തകരും അടങ്ങുന്ന വലിയൊരു സംഘം തന്നെ രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളികളാവുന്നുണ്ട്. മണ്ണിടിഞ്ഞ് വീണ ഭാഗത്ത് തൊഴിലാളികൾ താമസിക്കുന്ന ലേബർ ക്യാമ്പിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് രക്ഷാപ്രവർത്തകർ. ലേബർ ക്യാമ്പിൽ അപകട സമയത്ത് എത്ര തൊഴിലാളികൾ ഉണ്ടായിരുന്നെന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ രജിസ്റ്റർ ലഭ്യമാക്കാൻ കരാർ കമ്പനിയോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ കമ്പനി അധികൃതരിൽ പലരും നിലവിൽ സ്ഥലത്തില്ലാത്തത് വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ തടസ്സം സൃഷ്ടിക്കുന്നുമുണ്ട്. കാണാതായ തൊഴിലാളികൾക്കായി തെരച്ചിൽ നടത്തുന്നതിന് പ്രത്യേക തെരച്ചിൽ ഉപകരണങ്ങളും പ്രദേശത്ത് എത്തിക്കുന്നുമുണ്ട്. വയനാട് ജില്ലാ കളക്ടർ അപകട സ്ഥലത്ത് ക്യാമ്പ് ചെയ്താണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. കനത്ത മഴയും അതുപോലെ തന്നെ വെളിച്ചക്കുറവും വരും മണിക്കൂറുകളിൽ രക്ഷാപ്രവർത്തനത്തെ വലിയ വെല്ലുവിളിയാകാൻ സാധ്യതയുണ്ടെന്ന് ദുരന്ത നിവാരണ സേനാംഗങ്ങൾ ആശങ്ക പ്രകടിപ്പിക്കുന്നുമുണ്ട്. തകർന്നു വീണ സംരക്ഷണ ഭിത്തിയുടെ അടിയിലാണ് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതെങ്കിൽ അവരെ പുറത്തെടുക്കുന്നത് അതീവ ദുഷ്കരവുമായിരിക്കും. എങ്കിലും ആധുനിക സജ്ജീകരണങ്ങളുടെ രക്ഷാപ്രവർത്തനം പരമാവധി വിധത്തിലാക്കാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. അപകടത്തിൽ മരിച്ച തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് അടിയന്തര ധനസഹായം നൽകുന്ന കാര്യം അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ പരിഗണിച്ചേക്കുമെന്നുള്ള സൂചനകളും വരുന്നുണ്ട്. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന തൊഴിലാളികൾക്ക് ആവശ്യമായ എല്ലാ ചികിത്സാ സൗകര്യങ്ങളും സൗജന്യമായി നൽകാൻ ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. വയനാട്ടിലെ ഈ ദുരന്തം വരും ദിവസങ്ങളിൽ വലിയ നിയമപരമായ നടപടികളിലേക്ക് നീങ്ങുമെന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി വ്യക്തമാക്കിയിട്ടുമുണ്ട്. ആ ദൃശ്യങ്ങളും കാണാം. വയനാട് മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ വിവരങ്ങൾ ലഭ്യമാകുന്നേ ഉള്ളൂ. ലഭ്യമായ വിവരം അനുസരിച്ച് നമുക്ക് ഇതിനകം തന്നെ 6 പേരെ നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു ഫോഴ്സ് NDRF ഫോഴ്സ് വയനാടുള്ള ഫോഴ്സ് ഏതാണ്ട് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് മറ്റൊരു ഫോഴ്സ് നമ്മൾ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. പോലീസും ഫയർഫോഴ്സും മുഴുവൻ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി മണ്ണ് നീക്കം ചെയ്ത് മണ്ണിനകത്ത് ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ സേവ് ചെയ്യുക, രക്ഷപ്പെടുത്താനുള്ള സുരക്ഷാ വർക്കുകളാണ് ആരംഭിച്ചിട്ടുള്ളത്. ഇത് മണ്ണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന മണ്ണ് കൂട്ടിയിട്ടതാണ്. ഞങ്ങളിതുമായി ബന്ധപ്പെട്ട് വർക്ക് നിർത്തിവെക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട്
വർക്ക് തൽക്കാലം മുന്നോട്ട് കൊണ്ടുപോകരുത് എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളികൾ കൂടുതൽ ഉണ്ടായിരുന്നില്ല, വർക്ക് നടക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അപകടം തൊഴിലാളികൾ ആ സമയത്തില്ല. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് വന്നിട്ടുള്ള ഈ 6 പേര് അഡ്മിറ്റ് ചെയ്ത ആളുകൾ ഉൾപ്പെടെ ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. അപ്പോൾ മറ്റ് കാര്യങ്ങളൊക്കെ ജില്ലാ കളക്ടർ അവിടെ എത്തിയിട്ടുണ്ട്, മറ്റു കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ തന്നെ പറയാൻ കഴിയും. മരണം ഇതുമായി ബന്ധപ്പെട്ട അത്തരം കാര്യങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് അല്പസമയത്തിനകം അറിയിക്കും. കാലാവസ്ഥ അനുകൂലമാകുന്ന മുറയ്ക്ക് തിരച്ചിൽ കൂടുതൽ ഊർജിതമാക്കാനാണ് നിലവിലെ തീരുമാനം. പൊതുജനങ്ങളും സന്നദ്ധ പ്രവർത്തകരും രക്ഷാപ്രവർത്തകരായി പൂർണ്ണമായി സഹകരിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്. ഒരു വലിയ ദുരന്തമാണ് നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്നത്. ഒരുപക്ഷെ അത് അധികൃതരുടെ അനാസ്ഥ കൊണ്ടാകാം സംഭവിച്ചെന്നുള്ള ധാരണകളും ഉണ്ടാകുന്നുണ്ട്. ഇനിയൊരു വലിയ ദുരന്തത്തിന് ഒരുപക്ഷെ കേരളത്തിന് താങ്ങാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യമാണ്. ഇനിയൊരു ദുരന്തം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം, ഒപ്പം തന്നെ പ്രാർത്ഥിക്കാം.